കേക്കിൽ എഴുതുമ്പം ഇംഗ്ലീഷിൽ എഴുതുന്നതാണോ മലയാളത്തിൽ എഴുതുന്നതാണോ ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇംഗ്ലീഷിൽ എഴുതുന്നത് തന്നെയാണെന്ന്. മലയാളത്തിൽ നമുക്ക് പേപ്പറിലും ബുക്കിലും ഒക്കെ എഴുതാൻ പറ്റും, പക്ഷേ കേക്കിൽ അത് എഴുതുമ്പോഴത്തേന് എൻ്റെ കൈ വിറയ്ക്കും. അതിപ്പോൾ ഇത്രയും വർഷമായി എന്നാലും ഇപ്പോഴും എൻ്റെ കൈ വിറയ്ക്കും. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ലക്ഷ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നായിരുന്നു. ഇതൊരു ½ kg കേക്കും കൂടാണ്. അപ്പോൾ നമ്മൾ 1 kg ചെയ്യുന്നത് പോലെ നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ എഴുതാനോ ഒന്നും പറ്റില്ല. ½ kg എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതിയിലുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിറന്നാളും ആശംസകളും ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വേർഡ്സാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. നമ്മൾ എഴുതി കൊള്ളിക്കണമല്ലോ അതിൽ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു നമ്മൾ എഴുതി വരുമ്പോഴത്തേന് സ്പേസ് കിട്ടുമോയെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ എനിക്ക് എഴുതാനും പറ്റി, നല്ല രീതിയിൽ തന്നെ ചെയ്യാനും പറ്റി. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. കേക്കിൽ എഴുതുമ്പം ഇംഗ്ലീഷിൽ എഴുതുന്നതാണോ മലയാളത്തിൽ എഴുതുന്നതാണോ ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇംഗ്ലീഷിൽ എഴുതുന്നത് തന്നെയാണെന്ന്. മലയാളത്തിൽ നമുക്ക് പേപ്പറിലും ബുക്കിലും ഒക്കെ എഴുതാൻ പറ്റും, പക്ഷേ കേക്കിൽ അത് എഴുതുമ്പോഴത്തേന് എൻ്റെ കൈ വിറയ്ക്കും. അതിപ്പോൾ ഇത്രയും വർഷമായി എന്നാലും ഇപ്പോഴും എൻ്റെ കൈ വിറയ്ക്കും. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ലക്ഷ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നായിരുന്നു. ഇതൊരു ½ kg കേക്കും കൂടാണ്. അപ്പോൾ നമ്മൾ 1 kg ചെയ്യുന്നത് പോലെ നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ എഴുതാനോ ഒന്നും പറ്റില്ല. ½ kg എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതിയിലുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിറന്നാളും ആശംസകളും ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വേർഡ്സാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. നമ്മൾ എഴുതി കൊള്ളിക്കണമല്ലോ അതിൽ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു നമ്മൾ എഴുതി വരുമ്പോഴത്തേന് സ്പേസ് കിട്ടുമോയെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ എനിക്ക് എഴുതാനും പറ്റി, നല്ല രീതിയിൽ തന്നെ ചെയ്യാനും പറ്റി. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.